നിലമ്പൂർ മാൻഡ്രേക്ക് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസുമായിട്ട് ഏകദേശം ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം സസൂക്ഷ്മം ശ്രദ്ധിക്കുക. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്രൂവൽ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ചിഹ്നം പിൻവലിക്കുന്ന ദിവസം അടുത്ത 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് നാമനിർദ്ദേശം പിൻവലിക്കാനുള്ളത്. ആ പിൻവലിച്ചതിന് ശേഷമേ ചിഹ്നം കിട്ടുകയുള്ളൂ. എന്താ ഒന്നുകൂടെ ആ വാചകം റിപ്പീറ്റ് ചെയ്തേ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്രൂവൽ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ചിഹ്നം പിൻവലിക്കുന്ന ദിവസം അടുത്ത 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് നാമനിർദ്ദേശം പിൻവലിക്കാനുള്ളത്. ആ പിൻവലിച്ചതിന് ശേഷമേ ചിഹ്നം കിട്ടുകയുള്ളൂ. എങ്ങനെ? നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചാലേ ചിഹ്നം കിട്ടുള്ളൂ. ആ ചിഹ്നം അപ്പോൾ ആരായിരിക്കും കൊടുക്കുന്നത്? സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ ചിഹ്നം കൊടുക്കാമെന്ന് പറയുന്നത് മറ്റെന്തോ കോഡ് ഭാഷയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അണ്ടർഗ്രൗണ്ട് ഡീലിങ്സ് ശക്തമായി നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൈക്ക് കെട്ടിവെച്ച് പറയുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിഹ്നം കിട്ടുമത്രേ. അപ്പോൾ പിൻവലിക്കുമെന്ന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. സ്വന്തം പേജിൽ തന്നെയാണ് ഈ യാഥാർത്ഥ്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അമ്പൂക്കയെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, തനി കച്ചവടക്കാരനാണ്, പണത്തിന് വേണ്ടി എന്ത് നെറുകെട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രതികരണം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്രൂവൽ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ചിഹ്നം പിൻവലിക്കുന്ന ദിവസം അടുത്ത 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് നാമനിർദ്ദേശം പിൻവലിക്കാനുള്ളത്. ആ പിൻവലിച്ചതിന് ശേഷമേ ചിഹ്നം കിട്ടുകയുള്ളൂ. ഡീലിങ്സ് എല്ലാം പറഞ്ഞുറപ്പാക്കിയതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെറുതെ ഇടതുപക്ഷ നേതാക്കന്മാരെ പുലഭ്യം പറയിക്കാനുള്ള സതീശൻ്റെ സ്ക്രിപ്റ്റാണ് അരങ്ങേറുന്നത്. രാഖി രാമാനം നോമിനേഷൻ പിൻവലിക്കാൻ പോവുകയാണ്. പിൻവലിച്ചതിന് ശേഷം ചിഹ്നം വാങ്ങിക്കൊണ്ട് താൻ നേരെ 52 കോടിയോടൊപ്പം ഇനിയിപ്പോൾ ഒരു 5-6 കോടിയും കൂടി കിട്ടുകയാണെങ്കിൽ 57 കോടിയായിട്ട് ബാങ്ക് അക്കൗണ്ടിലിട്ട് 10 പൈസ എടുക്കാനില്ലാത്ത മനുഷ്യനെ പോലെ ജീവിക്കാൻ പോവുകയാണ്. അടിമുടി കച്ചവടം. ഇതാണ് യാഥാർത്ഥ്യം. ചില സത്യങ്ങൾ സ്വന്തം നാവിലൂടെ തന്നെ പുറത്തേക്ക് വരും. അത് പ്രകൃതി നിയമമാണ്. നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളും ഉടായ്പകളും സ്വന്തം നാവ് കൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. അതിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നോമിനേഷൻ പിൻവലിക്കേണ്ട ദിവസം വളരെ കൃത്യമായി അമ്പൂക്ക പിൻവലിക്കാൻ പോകുന്നു. അതിനുശേഷം UDF നിന്ന് കോടിക്കണക്കിന് ചിഹ്നം വാങ്ങി നിലമ്പൂരിൽ രാജിവെച്ചതിൻ്റെ ഔദാര്യം പറ്റാൻ പോകുന്നുവെന്ന് ഉറപ്പാകുന്ന വാചകം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്രൂവൽ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ചിഹ്നം പിൻവലിക്കുന്ന ദിവസം അടുത്ത 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് നാമനിർദ്ദേശം പിൻവലിക്കാനുള്ളത്. ആ പിൻവലിച്ചതിന് ശേഷമേ ചിഹ്നം കിട്ടുകയുള്ളൂ.